ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കുറച്ച് നാളായി നമ്മുടെ ഈ മതം വിട്ടിട്ട് മതം പൊട്ടി ഇപ്പം പലവുമാരുടെ നെഞ്ചത്തൂടെ കയറി നടക്കുന്ന ഒരു ഒന്നാന്തരം ഫ്രോഡ് സാധനമാണ് ഈ സാധനം. അതായത് പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ നമ്മുടെ നാവൂടെ പുഴുത്തു. അത്തരത്തിലുള്ള പ്രവൃത്തികളാണല്ലോ ഇവളുടെ കയ്യിലിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളെ പച്ചയ്ക്ക് പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഒന്നാന്തര ഫ്രോഡ്. ഇവള് ഹണി ട്രാപ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവളുടെ പേരിലുണ്ട്. അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മളൊന്ന് ചെതഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇവൾ മതം വിട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആൾക്കാരും ചോദിച്ചിരുന്നു. അതിനൊരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഇവള് ഈ അഴിഞ്ഞാടന ഇവക്ക് കിടന്ന് ഇപ്പം നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള കോമഡി താരം രേണു സുധീനെ രംഗത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാക്കിയിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ അയാള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു നമ്മുടെ ഈ പറയുന്ന ഈ മലവാളത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ പറയുന്ന സാധനം. അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. പിന്നെ 24 മണിക്കൂറും നമ്മുടെ അരുണേട്ടൻ കൂടെ ഉണ്ട്. കസിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ആടിത്തുള്ളി നടക്കുന്ന ഇവക്കിട്ട് നല്ല കിടുക്കാച്ച് മറുപടിയായിട്ട് 2 സഹോദരികൾ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഇവള് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവൾ വന്നിട്ടുണ്ട് രംഗത്തേക്ക്. അപ്പം ഇതിനകത്ത് ഒരു റീലിൻ്റെ അടിയിൽ ഞാനൊന്ന് ഇവൾ വായിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ എന്താ പറയുക, കോയാമാർക്കൊക്കെ കുരുപൊട്ടി തുടങ്ങുമെന്ന്. എടി നിന്നെ കണ്ടിട്ടൊന്നും ഇവിടുത്തെ കോയാമാർക്കൊന്നും കുരുപൊട്ടത്തില്ല. നീ മതത്തിൽ നിന്ന് പോയത് തന്നെ നന്നായി എന്ന് വിചാരിക്കുന്നവരാണ് ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർ. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, നീ ആ പേരും കൂടെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവള് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വന്നിട്ട് പറഞ്ഞത്, ഞാൻ ഈ തട്ട അങ്ങോട്ട് മാറ്റുക, ഞാൻ പൊട്ട അങ്ങോട്ട് വെക്കുക, നീ തട്ടം മാറ്റിയാലും പൊട്ട് കുത്തിയാലും നീ ഇനി ഒന്നും ഇല്ലാതെ പോയാലും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇവള് ഈ പാവം ഹൈന്ദവ സഹോദരങ്ങൾ, ഇവളൊരു മുസ്ലിം പെൺകുട്ടിയല്ലേ, ഇവള് കണ്ണൻ്റെ പടം വരച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടു. അവർ പൈസ നോക്കാതെ ഇവള് വരയ്ക്കുന്ന പടങ്ങളെല്ലാം വാങ്ങിച്ച് അവർ എടുത്തു. അതിൻ്റെ പേരിൽ ഇവളൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ പ്ലേറ്റ് മറിച്ചു. അതായത് ഇസ്ലാമിക രീതിയിൽ തന്നെയായിരുന്നു വീട്ടിലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ഉമ്മായും ബാപ്പായും ആണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അരുണേട്ടൻ കൂടെ ഉണ്ടാവും. കാരണം അരുണേട്ടൻ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് നമ്മുടെ ഈ കുട്ടിക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റീല് വന്നിട്ട് നമുക്കതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ഈ 2 പെൺകുട്ടികളുടെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ആഹാ, കൊള്ളാം അല്ലേ? പൊളി. അരുണേട്ടനില്ല. ഓ, കസിനാണ് കേട്ടോ. കൊള്ളാം അല്ലേ? നല്ല പെർഫോമൻസ്. ആഹാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അരുണേട്ടൻ അടുത്തത് കണ്ടോ? അയ്യോ, അടുത്ത മലയാള സിനിമയുടെ വാഗ്ദാനമാണ് കേട്ടോ. നായികയാണ് സിനിമയുടെ. കണ്ടാ? പൊളിയല്ലേ? അപ്പോൾ ഓക്കെ, കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവക്കിട്ട് കൊടുക്കുന്ന നല്ല കിടുക്കാച്ച് മറുപടി ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട 2 സഹോദരികൾ എടുത്തിട്ട് ഉടുത്തെന്ന് മാത്രമല്ല തേച്ചങ്ങ് ഒട്ടിക്കുകയാണ്. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാനിരിക്കുന്നത് അസ്മ സലാം. ഓ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ നല്ല മഴയാണ്. കൃഷ്ണന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? നല്ല ബിസിനസ്സാണ്. ഒരു മുസ്ലിം പെൺകുട്ടി, എൻ്റെ തട്ടം പോയ ഒരു മുസ്ലിം പെൺകുട്ടി വേറെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. എല്ലാം വെറുപ്പാണല്ലേ ബിസിനസ്. എൻ്റെ കണ്ണൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് കണ്ണൻ. ഭയങ്കര ഇഷ്ടമാണ് കണ്ണന്. മുസ്ലിം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല പടം വരയ്ക്കാനായിട്ട്, കൃഷ്ണൻ്റെ പടം വരയ്ക്കാൻ. അങ്ങനെ വേറൊരു മതത്തിൽ നിന്ന് അവരെ കൊണ്ടൊന്നും കഴിവില്ല, എന്നെ കൊണ്ടേ കഴിവുള്ളൂ. അത് കണ്ണൻ അനുഗ്രഹിച്ചു തന്ന കഴിവാണല്ലേ? എനിക്ക് അനുഗ്രഹിച്ച് തന്ന കഴിവ് അതാ. അങ്ങനെ ഞാൻ പടം വരച്ച്, ഒരാൾ എന്നെ കൊണ്ട് പടം വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പടം വരച്ച് തുടങ്ങി. പിന്നെ ഞാൻ അതിൽ നിന്നും വെച്ചടിയായിട്ട് കയറി മോളിലോട്ട് എത്തിയപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളായി. കണ്ണൻ അങ്ങ് അനുഗ്രഹിച്ചു. ഞാൻ താങ്കൾ ഇപ്പൊ ശരിക്കും മുസ്ലിം മതത്തിലാണോ ഹിന്ദു മതത്തിലാണോ? അതെന്തൊരു ചോദ്യം? അല്ല, അതിപ്പോ ആൾക്കാർക്കായാലും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു. ഞാനിപ്പോ ഇവിടെ ഈ ഇതില് ഞാൻ തട്ട ഇട്ടുകൊണ്ടാണ് ഇരിക്കണത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ കൊള്ളാം. തട്ട ഇട്ടുകൊണ്ട് വന്നിരിക്കണം. മുസ്ലിമാണ്? ഞാൻ മുസ്ലിമാണ്. പക്ഷെ താങ്കൾ ആരാധിക്കുന്നത് ഹിന്ദു ദൈവത്തിനെയാണല്ലോ. എങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സത്യം ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഈ തട്ടോ എനിക്ക് വേണ്ട.
എനിക്ക് നീ ഈ തട്ടം വേണ്ട. ഇപ്പൊ ഹിന്ദു ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവായി. ഞാൻ ഇവിടെ വന്നതിന്റെ പേരിൽ ഇവിടെ വെച്ചും കൊണ്ട് ഞാൻ സാക്ഷി ഞാൻ ഇവിടെ വെച്ച് പറയാണ്, ഞാൻ ഇവിടെ വെച്ച് തട്ടം അഴിച്ചിരിക്കുന്നു. അപ്പൊ മറ്റേ പാലുകാച്ചിന് വെച്ചിട്ട് പറഞ്ഞതോ താങ്കള് മുസ്ലിം തട്ടം? അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞെങ്കിലും രണ്ടാമത്തെ മാറ്റലാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ കൂടെ മാറ്റണം. കൃഷ്ണനെ ഞാൻ വരച്ച് ഞാൻ ഭയങ്കര കൃഷ്ണന്റെ ആരാധിക ആയതിന് ശേഷം ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി. ഇച്ചിരി ഒട്ടിയിരിക്കണേന്നും പോരാ, നീളത്തിന് ഇടണം അല്ലേ? മാലയായാലും ഇത്രയും നീളത്തിനൊക്കെയുള്ള മാല ഇടണം. എല്ലാം സ്വർണ്ണമാണോ? ഓ സ്വർണ്ണമാണോ? കയ്യിലൊക്കെ കിടക്കുന്ന എനിക്കിങ്ങനെ കട്ടിക്ക് കിടക്കണം എന്ന് പറഞ്ഞാ ഒരു പടം ഞാൻ വിറ്റ് കഴിഞ്ഞാ അത് വാങ്ങിക്കണത് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെയാണ് എന്റെ വാങ്ങിക്കുന്നത്. ഒരു പെയിന്റിങ്ങിന് വരുന്നത് അത് ചെറിയ ഇത്ര ഉള്ള പെയിന്റിങ്ങിന് 2500 വെച്ച് തുടങ്ങും. ചെറുത് ആരെങ്കിൽ എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൃഷ്ണന്റെ ആരാധിക എന്നൊരു മുസ്ലിം കുടുംബത്തിൽ ഇടിച്ചാണ് അങ്ങ് കയറുന്നത്. ഈ പടം വാങ്ങിക്കാൻ മുസ്ലിം കുട്ടി ആയതുകൊണ്ട് ഇടിച്ച് കയറും. നല്ല കാര്യം. കണ്ണൻ ഇങ്ങനെ കണ്ണ ഒരു കഴിവാണ് നിങ്ങൾക്ക്, അതിനെ നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെ മനസ്സിൽ എവിടെ പോയാലും ഇത് കൊണ്ടുപോകുമോ? ഇത് ഞാൻ എവിടെ പോയാലും ഇങ്ങനെ വെക്കും. വീട്ടിൽ ഒരുപാടുണ്ടല്ലേ? ഒരുപാട് ഇങ്ങനെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ പെരയുടെ മൊത്തം തുളസിയാണ്. ആ തുളസി അത് വേറെ എങ്ങും പിടിക്കൂല. അത് അനുഗ്രഹമാണ്. എന്റെ പുരയിടത്തിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. കോളാണ്ടി കിടക്കണവര് വരെ, കോളാണ്ടി കിടക്കണ ചേച്ചിമാര് വരെ എന്റെ പറമ്പി വന്നിട്ട് ഇത് പറിച്ച് പിച്ചി എടുത്തോണ്ട് പോയി ഒരു മാല കിട്ടും. അത് താങ്കളുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? മക്കളും? എന്റെ മക്കളും ഉണ്ട്. മക്കള് നമ്മള് വേറെയാണ് മക്കള്. പിന്നെ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേറെ വീട് ഞാൻ വെച്ചു കൊടുത്തു. കൃഷ്ണന്റെ പടം വരച്ച് ഞാൻ പൊങ്ങി പോയപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് വേറെ വീട് വെച്ചു കൊടുത്തു. നല്ല ഒരു. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. കണാരേട്ടൻ എന്തോ ഇല്ലേ? കണാരേട്ടൻ വീട്ടിലാണോ താമസമൊക്കെ? എന്റെ കണാരേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ബ്ലഷ് അടിക്കുന്നു ചേച്ചി. കണാരേട്ടൻ വീട്ടിലാണോ താമസം? എന്റെ ബ്രദറാണ്. ഒരുപാട് വീഡിയോസിൽ കൂടെയും ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട് കണാരേട്ടൻ ഇങ്ങനെ അടുത്തിരിക്കുന്നതും. കണാരേട്ടൻ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലേ നിങ്ങൾ? നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡ് ഒരു ഈഗോ ഒരു ഇതൊക്കെ ഉണ്ടാവത്തില്ലേ ഇതൊക്കെ കാണുമ്പോ? അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഒന്നും പറയാറില്ലേ? പാവാണ് അല്ലേ ഹസ്ബൻഡ്? അത് നമുക്ക് ഊഹിക്കാൻ. ഞാന് ഇങ്ങനെ കിടത്തിയാ ഇവിടെ കിടക്കും, തിരിച്ച് ഇങ്ങനെ മറിച്ചിട്ടാ ഇവിടെ കിടക്കും. അത്രയ്ക്ക് പാവ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ എവിടെയാ ജോലിയൊക്കെ ചെയ്യുന്നത്? മണലാരണ്യത്തില് എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ? വിളിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കൊണ്ടുവരൂല. സോഷ്യൽ മീഡിയയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരത്തില്ല. അപ്പൊ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയ എനിക്ക് എന്റെ കണാരേട്ട എന്റെ ബ്രദറുണ്ട്. ഇങ്ങനെ ഞാൻ കിട്ടി അങ്ങ് പിടിക്കും. കണ്ടിട്ടുണ്ട്. ലൈവിലിരിക്കുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ ഉരുമിയൊക്കെ ഇരിക്കുമെങ്കിലും എന്റെ ബ്രദറാണ്. അപ്പോഴും ഞാൻ എന്നാലും മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നൊക്കെ അല്ല അതറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഇട്ടാ ഇവിടെ കിടക്കും, ഇങ്ങനെ ഇട്ടാ ഇവിടെ കിടക്കും. കണ്ടല്ലോ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഒരിക്കലും നിങ്ങൾ കണ്ണൻ്റെ പേര് ചേർത്ത് ഇവിടെ വിളിക്കരുത്. അരുണേട്ടൻ്റെ ആളെ ചേർത്തേ വിളിക്കുക. കാരണം ഒരു ഒന്നാം തരം ഭൂലോക ഫ്രോഡാണ് ഇവളെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ച് നല്ല രീതിയിൽ എടുത്തിട്ട് അങ്ങ് ഊക്കി വിട്ടിട്ടുണ്ട് ഈ രണ്ട് സഹോദരിമാർ. ഇത് കണ്ടിട്ട് ഹാലിളകി ഇവളുടെ മറ്റേ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ രണ്ട് സഹോദരിമാരെ പച്ച തെറിയാണ് വിളിച്ചത്. കാരണം ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള, സമൂഹത്തിൽ ഇത്രത്തോളം ദുഷിച്ച പ്രവൃത്തി കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് ഇതര മതവിശ്വാസികളുടെ മുമ്പിൽ മുസ്ലിം മതവിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഈ കൂതറ സാധനത്തിൻ്റെ പേര് പോലും ശരിക്കും പറഞ്ഞാൽ ഉച്ചരിക്കാൻ നമുക്ക് ഇപ്പോൾ അറപ്പായി തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇവളുടെ ഈ ഒരു അഴിഞ്ഞാട്ടത്തിന് വേണ്ടിയാണ് ഇവളിപ്പം മതം വിട്ടെന്ന് പറഞ്ഞത്. ഇവൾ മതം വിട്ടുപോയാലും കൊള്ളാം, ഇവൾ ആ പേരൊന്ന് മാറ്റണം. ആ പേരും കൂടെ ഒന്ന് മാറ്റി ഇവൾ വല്ല കള്ളിയങ്കാട്ട് നീലിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവൾക്ക് അനുയോജ്യമായിട്ടുള്ള പേരിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി. ഏതായാലും ഇവളുടെ ഈ അഴിഞ്ഞാട്ടം കണ്ടിട്ട് ഇവിടുത്തെ കോയാമാർക്ക് കുരുപൊട്ടി എന്നൊക്കെയാണ് ഇവള് കമന്റ് ബോക്സിൽ അറിയിക്കുന്നത് കേട്ടോ. നിന്നെ കണ്ടിട്ടൊന്നും ഇവിടെ ആർക്കും കുരുപൊട്ടുന്നില്ല. പിന്നെ കുരു പൊട്ടുന്നവർക്ക് അങ്ങോട്ട് കുരു പൊട്ടിക്കോട്ടെ. നിനക്ക് പറയാനുള്ളത് ഇതുപോലുള്ള സഹോദരിമാർ വന്ന് തരുമ്പോഴത്തേക്ക് നിന്റെയാണ് കുരു പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നല്ല വീഡിയോ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.